അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 97ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഖുറൈശികൾ ആ കിടങ്ങിനപ്പുറം അവർ തമ്പടിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ കടന്നു പോകുന്നുണ്ട്. കാര്യമായിട്ടുള്ളൊരു പുരോഗതിയൊന്നും യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഒറ്റപ്പെട്ട ചില ശ്രമങ്ങൾ കിടങ്ങ് മുറിച്ച് കടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതിനെയെല്ലാം മുസ്ലിങ്ങൾ വിജയകരമായിട്ട് പ്രതിരോധിക്കുന്നുണ്ട്. അമ്രുബിൻ അബ്ദുവുദ്, അലീബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അയാളെ കീഴടക്കിയതും ആ പ്രതിരോധത്തിനിടയിൽ മുസ്ലിങ്ങളുടെ പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന് പരിക്ക് പറ്റിയതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങൾ ആ മദീനയുടെ കൊടും തണുപ്പിൽ ഊണും ഉറക്കെല്ലാം ഒഴിഞ്ഞ് അവർ ആ കിടങ്ങിനെ പ്രതിരോധം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മുന്നിൽ ശത്രുക്കൾ, പിറകു ഭാഗത്ത് കൂറുമാറിയിട്ടുള്ള ബനൂ ഖുറൈള, മുസ്ലിങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്ന നിറം മാറിക്കൊണ്ടിരിക്കുന്ന മുനാഫിക്കുകൾ. വ്യത്യസ്ത വെല്ലുവിളികളാണ് മുസ്ലിങ്ങൾക്ക് ഒരേ സമയത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ ആ ഒരു വല്ലാത്ത നിസ്സഹായാവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നത്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അത്തരം പ്രതിസന്ധി വേളകളിൽ പ്രതീക്ഷയോടുകൂടെ ഒരാൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അല്ലെങ്കിൽ ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. സൂറത്തു തലാഖിൽ അള്ളാഹു പറയുന്നുണ്ട്, നമ്മളൊരിക്കലും സങ്കല്പിച്ചിട്ടില്ലാത്ത ചില വഴികൾ, ചില ഡോറുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുക എന്നുള്ളതാണ്. ഒരുപക്ഷെ യാദൃശ്ചികമായിട്ട് അതുവരെ ചിത്രത്തിലില്ലാത്ത ഒരാൾ കടന്നു വരും, അല്ലെങ്കിൽ ഒരാളെ വിളിക്കാൻ തോന്നും, അതല്ലെങ്കിൽ യാദൃശ്ചികമായിട്ടൊരു കോള് വരും. ആ രൂപത്തിൽ പല രൂപത്തിലായിട്ടുള്ള പരിഹാരങ്ങൾ അതിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നല്ലാഹ ഇദാ അറാദ ഷൈഅൻ ഹയ്യ അസ്ബാബഹു, അതല്ലെങ്കിൽ ഇദാ അറാദല്ലാഹു അംറൻ ഹയ്യ അലഹു അസ്ബാബഹു. അള്ളാഹു ഒരു കാര്യം നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആവശ്യമാണെങ്കിൽ അതിനൊരു സബബ്, ഒരു കാരണം അള്ളാഹു കൊണ്ടുവരും എന്നുള്ളത്. ആ കാരണം ഒരുപക്ഷെ നമ്മളൊരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലാകും, അല്ലെങ്കിൽ അതുവരെ ചിത്രത്തിലില്ലാത്തൊരു കാരണമാകും ആ സമയത്ത് കടന്നു വരുന്നത്. ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ ജയിലിൽ നിന്ന് മോചിതനാകാൻ വേണ്ടി ഒരു സ്വപ്നം അവിടെ ആ രൂപത്തിലാണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ഇൻട്രഡക്ഷനോട് കൂടെ വിഷയത്തിലേക്ക് കടക്കാനുള്ള കാരണം, അപ്പോൾ അതുവരെ ചിത്രത്തിലില്ലാത്ത ഒരു കാരണം അവിടെ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൈ ഉയർത്തിയതിന് ശേഷം ആ ഒരു സംഭവത്തിലേക്ക് അതുവരെയില്ലാത്തൊരു കഥാപാത്രം കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് നഈം ഇബ്നു മസ്ഊദ് അൽ അശ്ജഈ. അദ്ദേഹം ഖത്ഫാൻ ഗോത്രക്കാരനാണ്. ഇമാം വാഖിദിയും സീറത്ത് ഇബ്നു ഇസ്ഹാഖിലെല്ലാം ഈ വ്യക്തി തന്നെ നേരിട്ട് ആ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വ്യക്തിയെ നമ്മൾ ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ 85ാമത്തെ എപ്പിസോഡിൽ നമ്മൾ രണ്ടാം ബദർ അൽ മൗഇദിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ആ ഒരു ഭാഗത്ത് അദ്ദേഹം ഒന്ന് മിന്നിമറിഞ്ഞു പോകുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ആ രണ്ടാം ബദർ അൽ മൗഇദ് എന്നുള്ള ഒരു സംഭവം, അബൂ സുഫിയാൻ ഉഹദ് യുദ്ധാനന്തരം ആ യുദ്ധക്കളം വിടുന്ന സമയത്ത് വലിയൊരു വെല്ലുവിളി മുഴക്കിക്കൊണ്ടാണ് ആ യുദ്ധക്കളം വിട്ടത്. അദ്ദേഹം പറയുന്നുണ്ട്, അടുത്ത വർഷം ബദറിൽ നമ്മൾ വീണ്ടും കാണുമെന്നെല്ലാം അദ്ദേഹം വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെല്ലുവിളിയുടെ ഭാഗമായിട്ട് പിറ്റത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500ഓളം വരുന്ന സൈന്യമായിട്ട് റസൂലുള്ളാഹി ബദറിലേക്ക് അഡ്വാൻസ് ആയിട്ട് എത്തുകയാണ്. അതേസമയം അബൂ സുഫിയാൻ മക്കയിൽ നിന്നും പുറപ്പെട്ടെങ്കിലും യുദ്ധത്തിന് പറ്റിയൊരു സാമ്പത്തിക സ്ഥിതി ആയിരുന്നില്ല ആ സമയത്ത്. അവരുടെ ക്ഷാമവും മറ്റും കാരണം എല്ലാ അർത്ഥത്തിലും തളർന്നിരിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അബൂ സുഫിയാൻ മക്കയിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആ പിന്തിരിഞ്ഞു പോയതിൻ്റെ ആ ഒരു ജാള്യത മറക്കാനും, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും തങ്ങളെ പിന്തുടരാതിരിക്കാൻ വേണ്ടി ചില എക്സ്ക്യൂസുകളെല്ലാം നൽകി അബൂ സുഫിയാൻ ഒരു ദൂതനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നഈം ഇബ്നു മസ്ഊദ് അൽ അശ്ജഈ. അദ്ദേഹത്തെയാണ് അബൂ സുഫിയാൻ ആ സമയത്ത് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നൊരു കാര്യം, അബൂ സുഫിയാനായിട്ട് ഇയാൾക്ക് നല്ല ആത്മബന്ധമുണ്ട്. അതേപോലെ തന്നെ അബൂ സുഫിയാൻ്റെ ആ ഒരു നിർദ്ദേശം കേട്ട് മദീനയിൽ വന്ന് മുസ്ലിങ്ങളായിട്ട് ഇടപഴകിയ സമയത്ത് എന്തോ ഒരു കാരണത്താൽ, അല്ലാഹു ആലം, ഒരുപക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് ആകൃഷ്ടനായിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് പിന്നീട് അയാൾ കാര്യമായിട്ട് ചിന്തിച്ചിരിക്കണം. ഏതോ ഒരു കാരണത്താൽ ഈ ഖന്തക്ക് യുദ്ധത്തിൻ്റെ ഈ ഒരു സമയത്ത് അദ്ദേഹം പറയാണ്, അൽഖല്ലാഹു ഇസ്ലാമു ഫി ഖൽബി. അന്നത്തെ ദിവസം അള്ളാഹു എൻ്റെ ഹൃദയത്തിലേക്ക് ആ ഇസ്ലാം നൽകി, അല്ലെങ്കിൽ ആ ഹിദായത്തിൻ്റെ വെളിച്ചം അയാൾക്ക് ആ ദിവസം ലഭിക്കുകയാണ്. പക്ഷെ അദ്ദേഹം മുസ്ലിം ആയതൊരാൾ അറിയുന്നില്ല. അങ്ങനെ അദ്ദേഹം രഹസ്യമായിട്ട് ഖത്ഫാൻ ഗോത്രത്തിൽ നിന്നും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ എത്തിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമസ്കാരം പൂർത്തിയായ സമയത്ത് റസൂലുള്ള അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ചോദിച്ചു, യാ നഈം മാ ജാ അബിക്, ഓ നഈം എന്താണ് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ റസൂലുള്ള അദ്ദേഹത്തെ തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ള ഇന്നി അസ്ലംതു, അല്ലാഹുവിൻ്റെ ദൂതരെ ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന ഖൗമി ലം യഅലമു ബി ഇസ്ലാമി, ഞാൻ ഇസ്ലാം സ്വീകരിച്ചതിനെ സംബന്ധിച്ച് എൻ്റെ ഗോത്രത്തിന് ഒരാൾക്കും ഒരു അറിവുമില്ല. അതുകൊണ്ട് ഫമുർനി ബിമാ ശിഅ്ത, ശത്രുക്കൾക്കെതിരെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ കൽപ്പിച്ചാലും. അദ്ദേഹം ഒരു സഹായ വാഗ്ദാനമായിട്ട് റസൂലുള്ളാഹിനെ സമീപിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റസൂലുള്ളാഹിക്ക് സന്തോഷമായി, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ അൻത റജുലുൻ വാഹിദ് ഫഖദ്ദിൽ അന്നാ മസ്തതഅത്, നീ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് നിനക്കറിയാവുന്ന രൂപത്തിലുള്ള തന്ത്രങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നീ ആവിഷ്കരിക്കുക. ഇന്നൽ ഹർബ ഖിദ്അ, റസൂലുള്ളാഹി പറഞ്ഞു യുദ്ധം എന്നാൽ തന്ത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ പോസ് ചെയ്ത് ആ ഒരു പ്രസ്താവനയെ ഒരല്പം വിശദീകരിക്കേണ്ടതുണ്ട്. യുദ്ധം എന്നാൽ തന്ത്രമാണ് റസൂലുള്ളാഹി പറയുകയാണ്. അപ്പോൾ യുദ്ധം എന്നുള്ളത് ഒരു എക്സെപ്ഷണൽ സാഹചര്യമാണ്, സാധാരണ പോലെയല്ല. നമ്മൾ അവിടെ വളരെ വിനയവും അതേപോലെ തന്നെ ഒരു പാവമായിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ ആ ഒരു ചൊടിയും ധീരതയെല്ലാം കാണിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ പുറത്ത് അനുവദനീയല്ലാത്ത പലതും ആ യുദ്ധക്കളത്തിൽ അതൊരു എക്സെപ്ഷനായിട്ട് അവിടെ അനുവദനീയമായിട്ട് മാറുകയാണ്. അത് യുദ്ധത്തിന് അനിവാര്യമാണ്. വിജയത്തിന് ആ രൂപത്തിലുള്ള തന്ത്രങ്ങളും മറ്റു ധീരത കാണിക്കലെല്ലാം അവിടെ അനിവാര്യമാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഉഹുദ് യുദ്ധത്തിൻ്റെ ആ സമയത്ത്, ഉഹുദ് യുദ്ധത്തിൻ്റെ ഒരല്പം മുമ്പ് അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ തലയിൽ ഒരു റിബണെല്ലാം കെട്ടി ഒരു പ്രത്യേക രൂപത്തിൽ നെഞ്ചും വിരിച്ച് അവിടെ ശത്രുക്കളെ കാണിക്കാൻ വേണ്ടി ഒരു പ്രത്യേക നടത്തം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ രൂപത്തിലുള്ള നടത്തം അള്ളാഹു അങ്ങേയറ്റം വെറുക്കപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിലൊഴികെ. കാരണം പൊതുവെ ആ വിനയത്തോടു കൂടെ വലാ തംശിഫിൽ അർളി മർഹ, അള്ളാഹു പരിശുദ്ധ ഖുർആനിലും ഹദീസിലെല്ലാം ആ നടത്തത്തെ സംബന്ധിച്ച് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യം എക്സെപ്ഷനാണ്. റസൂലുള്ളാഹി പറയുന്നുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് അത് അനുവദനീയം. കാരണം യുദ്ധ സാഹചര്യം എന്നുള്ളത് വേറെയാണ്. അപ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ ആ രംഗത്ത് അത് ബേസിക്കാണ്. യുദ്ധവിജയത്തിന് അത് അനിവാര്യമാണ്. ഇപ്പോൾ ലോകത്ത് യുദ്ധതന്ത്രങ്ങളെ അനാവരണം ചെയ്യുന്ന ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ കൃതി ആ ചൈനീസ് മിലിറ്ററി ജനറൽ സുൻസുവിൻ്റെ ആർട്ട് ഓഫ് വാർ, യുദ്ധകലകളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്. അതിൽ യുദ്ധവിജയത്തിന് ഒരു യുദ്ധം വിജയിക്കാൻ അനിവാര്യമായിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളെ വിശകലനം ചെയ്യുകയാണ്. അതിൽ പ്രധാനപ്പെട്ട റൂൾ, ഒരു പ്രിൻസിപ്പിളായിട്ട് അദ്ദേഹം പറയുന്നത്, ഓൾ വാർഫെയർ ഈസ് ബേസ്ഡ് ഓൺ ഡിസെപ്ഷൻ. എല്ലാ പോരാട്ടങ്ങളും എല്ലാ സംഘട്ടനങ്ങളും നമ്മുടെ പരിഭാഷയിൽ അത് തന്ത്രങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിലേക്കാൻ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ശത്രുവിന് നിങ്ങൾ വിപരീത ചിത്രങ്ങൾ നൽകി തെറ്റിദ്ധരിപ്പിക്കുക. നിങ്ങൾ ദുർബലരാണെങ്കിൽ, നിങ്ങൾ വീക്കാണെങ്കിൽ, അല്ലെങ്കിൽ വീക്കാണെന്ന് കാണിച്ച് ശത്രു അടുത്തെത്തുന്ന സമയത്ത് സർവ്വശക്തി പുറത്തെടുത്ത് നിങ്ങൾ അവരെ കീഴടക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അകലെയാണെങ്കിൽ അടുത്താണെന്ന് ശത്രുവിനെ വിശ്വസിപ്പിക്കുക തിരിച്ചും. ആ രൂപത്തിലുള്ള വിപരീത ചിത്രങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ ലോകയുദ്ധ ചരിത്രങ്ങളിൽ തന്നെ നിരവധി ഇത്തരത്തിലുള്ള മിലിറ്ററി ഡിസെപ്ഷനുകൾ, അതായത് ഡമ്മി ടാങ്കും ട്രക്കെല്ലാം വെച്ച് അല്ലെങ്കിൽ മിലിറ്ററി പോയിൻ്റെല്ലാം വെച്ച് ശത്രുവിനെ തെറ്റിദ്ധരിപ്പിച്ച് കീഴടക്കിയത്, അതല്ലെങ്കിൽ നിരവധി വിഷ്വൽ ഇല്യൂഷൻ, ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എല്ലാം ഉണ്ടാക്കിയിട്ട് കീഴടക്കിയ ചരിത്രങ്ങൾ ലോകയുദ്ധത്തിലെല്ലാം കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ചില സമയത്ത് റസൂലുള്ളാഹി തെക്ക് ഭാഗത്തേക്കാണ് പോകേണ്ടതെങ്കിൽ റസൂലുള്ളാഹി മദീനയിൽ നിന്നും മറ്റൊരു ദിശയിൽ സഞ്ചരിച്ച് ഒരല്പം കഴിയുമ്പോൾ യൂ ടേൺ എടുത്ത് യഥാർത്ഥ ദിശയിലേക്ക് എത്തുന്ന ആ രൂപത്തിലുള്ള ഡിസെപ്ഷനുകൾ അത് യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ അടിവരയിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള തന്ത്രപ്രയോഗങ്ങൾ ഖിദ്അ അത് യുദ്ധരംഗത്ത് അനുവദനീയമാണ്. അതേസമയം അതിൻ്റെ ഒരു മറുവശം ഖിയാന എന്നുള്ളത്, വഞ്ചന എന്നുള്ളത്, അത് ഒരു സമയത്തും അത് അനുവദനീയമല്ല, അത് യുദ്ധരംഗത്താണെങ്കിൽ പോലും. അപ്പോൾ നിങ്ങൾ ശത്രുക്കളായിട്ടൊരു ഉടമ്പടി, ഒരു സന്ധി ഉണ്ടാക്കിയതിന് ശേഷം അത് പച്ചയായിട്ട് നിങ്ങൾ ലംഘിക്കുക, അല്ലെങ്കിൽ ആ സന്ധി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അത് ബ്രേക്ക് ചെയ്യുന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി അതിൽ സൈൻ ചെയ്യുക, അതെല്ലാം ശക്തമായിട്ട് വിലക്കിയതാണ്. വളരെ ആ യുദ്ധരംഗത്തുള്ള ആ ഒരു വാർ എത്തിക്സ് വളരെ മനോഹരമാണ്. ഇസ്ലാമിൻ്റെ ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ചരിത്രം. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നൊരു സ്വഹാബിയാണ്, പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. അദ്ദേഹം മദീനയിലായിരുന്നു. മദീനയിൽ നേരത്തെ തന്നെ പിതാവിനോടൊത്ത് അദ്ദേഹം ആ മക്ക ഭാഗത്തേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുന്നുണ്ട്. ബദറിന് തൊട്ടു മുമ്പായിട്ട് ഈ രൂപത്തിൽ മക്കയിലേക്ക് കച്ചവട ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ അബൂജഹലും കൂട്ടരും അവരെ കയ്യോടെ പിടികൂടുകയാണ്. ഒരു മുസ്ലിമാണെന്നുള്ളത് അവരറിയില്ല. അതിനുശേഷം അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഇലാ ഐൻ, നിങ്ങൾ എങ്ങോട്ടാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കച്ചവട ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, അല്ല, നിങ്ങൾ സത്യം പറയണം, നിങ്ങൾ ഈ നടക്കാനിരിക്കുന്ന ആ യുദ്ധത്തിൽ മുഹമ്മദിനെയും കൂട്ടരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ പറഞ്ഞു, അല്ല, അതിനൊന്നുമല്ല. ആ അവസാനം
അബൂജഹൽ അവരോടൊരു പ്രോമിസ് വാങ്ങുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ യുദ്ധത്തിൽ ഖുറൈശികൾക്കെതിരെ മുഹമ്മദിനെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് എനിക്ക് വാക്ക് നൽകണം, നിങ്ങൾ സത്യം ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളെ പോകാൻ അനുവദിക്കൂ. അവസാനം അവർ വാക്കെല്ലാം കൊടുത്ത് അവരവിടെ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർ മദീനയിലേക്ക് എത്തിയ സമയത്ത് റസൂലുള്ളാഹി ബദറിന് വേണ്ടിയുള്ള സൈന്യം ഒരുക്കുകയാണ്. ഇതെല്ലാം നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ അവർ ആ സൈന്യത്തിൽ പങ്കുചേരാൻ വേണ്ടി അവർ താല്പര്യം കാണിച്ചു. പക്ഷേ അതേസമയം വഴിയിലുണ്ടായ സംഭവം അവർ റസൂലുള്ളാഹിനോട് പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ആ രൂപത്തിലൊരു വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ലംഘിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കരുത്, നിങ്ങൾ വസ്തഈനുല്ലാഹ അലൈഹി, നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടുക, നിങ്ങൾ ആ യുദ്ധത്തിൽ പങ്കുചേരരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വരക്കുകയാണ്. ചിന്തിച്ചു നോക്ക്, അതായത് ആർക്കാണ് വാക്ക് കൊടുത്തത്? അബൂജഹൽ, ഫിർഔൻ ആദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നെല്ലാം പറഞ്ഞ റസൂലുള്ളാഹിൻ്റെ പല അനുയായികളെയും വധിച്ചിട്ടുള്ള ക്രൂരനായിട്ടുള്ള അയാൾക്ക് കൊടുത്ത വാക്ക് നമ്മൾ എന്തിനു കെയർ ചെയ്യണം? ആ രൂപത്തിലൊന്നല്ല റസൂലുള്ളാഹി പറഞ്ഞത്. വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ടെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അവിടെ വിലക്കുകയാണ്. അത് റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല എക്സാമ്പിൾ. റസൂലുള്ളാഹി ഹിജറ ചെയ്ത് വരുന്ന സമയത്ത്, ഹിജറ ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹിനെ അവിടെ വിശ്വസിച്ച് ഏൽപ്പിച്ച നിരവധി അമാനത്തുകൾ, പല ആളുകളുടെയും സ്വത്തുക്കൾ, അത് തന്നെ വധിക്കാൻ വരുന്ന ആളുകളുടെ സ്വത്തുക്കളാണ് റസൂലുള്ളാഹിൻ്റെ കയ്യിലുള്ളത്. അത്രയും ക്രൂരത പ്രവർത്തിക്കുന്ന അവരോട് ആ രൂപത്തിലെങ്കിലും പ്രതികാരം ചെയ്യണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓരോ ആളുകളും വിശ്വസിച്ച് ഏൽപ്പിച്ച ഓരോ സാധനങ്ങളും അത് തിരിച്ചു നൽകാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് റസൂലുള്ളാഹി അവിടെ നിന്ന് പുറപ്പെട്ടത്. അപ്പോൾ ആ രൂപത്തിലാണ് ആ ഒരു കാര്യങ്ങൾ, അത് ഈ ഒരു ഘട്ടത്തിൽ പോലും ലംഘിക്കാനുള്ള അനുമതിയില്ല എന്നുള്ളതാണ്. അങ്ങനെ റസൂലുള്ളാഹി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോസ് ചെയ്ത ഭാഗത്തേക്ക് തിരിച്ചെത്തുകയാണ്. റസൂലുള്ളാഹി നുഐം ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, നിങ്ങൾ കഴിയാവുന്ന തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുക, യുദ്ധം എന്നുള്ളത് തന്ത്രമാണ്. അങ്ങനെ നുഐം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അബൂ സുഫിയാനുമായിട്ട് മാത്രമല്ല ആത്മബന്ധമുള്ളത്. ജാഹിലിയ കാലം മുതലേ അദ്ദേഹം കച്ചവടവും മറ്റുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട് മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുമായിട്ടും ബനൂ ഖുറൈളയുമായിട്ടും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. പല സമയത്തും അവരെ അദ്ദേഹം സന്ദർശിക്കാറുണ്ട്, അവിടെ നിന്നും ഭക്ഷണം കഴിക്കാറുണ്ട്. ആ രൂപത്തിൽ വലിയൊരു ബന്ധം ബനൂ ഖുറൈളയുമായിട്ടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹം മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരാൾക്കും അറിവില്ല. അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്തു നിന്നും ആദ്യം പോകുന്നത് ബനൂ ഖുറൈള ഗോത്രത്തിലേക്കാണ്. അങ്ങനെ അദ്ദേഹം ബനൂ ഖുറൈളയിലെത്തുകയാണ്. അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഭക്ഷണം എല്ലാം കഴിച്ച് അവർ സംസാരിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹവും നിങ്ങളുടെ കാര്യത്തിലുള്ള താല്പര്യമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ അറിയാതെ ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സുരക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ചില ആശങ്കകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, തെളിച്ച് പറ. അപ്പോൾ നുഐം തുടരാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന ഖുറൈശൻ വ ഖത്ഫാൻ ലൈസൂക അൻതും. ബനൂ ഖുറൈളക്കാരെ, ഖുറൈശികളും ഖത്ഫാൻകാരൊന്നും അവർ നിങ്ങളെപ്പോലെയല്ല. അവർ നിങ്ങളെപ്പോലെ മുഹമ്മദിൻ്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിൽ താമസിക്കുന്ന ആളുകളല്ല. അവർ പുറത്തുനിന്നും ഈ യുദ്ധത്തിന് വേണ്ടി വന്നവരാണ്. അൽ ബലദു ബലദുക്കും ഫീഹി അംവാലുക്കും വ അബ്നാഉക്കും വ നിസാഉക്കും. ഈ നാട് നിങ്ങളുടെ നാടാണ്. എവിടെയാണ് നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും സഹധർമ്മിണികളെല്ലാം ഈ നാട്ടിലാണുള്ളത്. നിങ്ങൾക്കതുകൊണ്ട് ഒരിക്കലും ഈ നാട് വിട്ടു പോകാൻ പറ്റില്ല. പക്ഷേ അവരങ്ങനെയല്ല. ഖുറൈശികളും ഖത്ഫാനെല്ലാം അവർ മറ്റൊരു നാട്ടിൽ നിന്ന് ഇവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളുകളാണ്. അവരുടെ വീടും കുടുംബവും അവരുടെ സമ്പത്തെല്ലാം മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമാണ്. ഇപ്പോൾ തന്നെ എത്ര ദിവസമായി അവരിതുവരെ യുദ്ധം തുടങ്ങിയിട്ട് പോലുമില്ല. ഇനി എങ്ങാനും അവർ ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ പിന്മാറുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ കാര്യം കട്ടപ്പോകുകയാണ്. കാരണം ആ രൂപത്തിലുള്ള വഞ്ചനയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരാകട്ടെ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ കടന്നു കളയും. പിന്നെ ഇവിടെയുള്ള മുഹമ്മദും കൂട്ടരും സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതികാര നടപടി ഉണ്ടാകും. അപ്പോൾ നിങ്ങളിതിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് മുന്നിലേക്കൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഞാൻ നിങ്ങളോടുള്ള താല്പര്യം കൊണ്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണെന്ന് മാത്രം. അപ്പോൾ അത് കേട്ട സമയത്ത് ഈ നുഐം പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് അവർക്ക് തോന്നുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, നുഐം അതിനിപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ നുഐം തുടരുകയാണ്, ഫലാ തുഖാതിലു മഅഹും ഹത്താ തഅഖുദു മിൻഹും റുഹനൻ മിൻ അഷ്റാഫിഹിം. അവർ നിങ്ങൾക്കൊരു ആൾജാമ്യം നൽകുന്നത് വരെ നിങ്ങൾ അവരോടൊപ്പം യുദ്ധം ചെയ്യരുത്. അതായത് യുദ്ധത്തിന് വേണ്ടി, ഒരു ഉറപ്പിന് വേണ്ടി ഖുറൈശികളിലുള്ള അഷ്റാഫ് പ്രമാണിമാരായിട്ടുള്ള ചില ആളുകളെ അവർ പണയായിട്ട് നിങ്ങൾക്ക് നൽകട്ടെ. അതായത് തടവിനൊന്നുമല്ല, അവർ ഖുറൈശികളുടെ കൂട്ടത്തിലുള്ള ചില പ്രമാണിമാർ വന്ന് നിങ്ങളോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യും. അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് വന്നാലും അവർ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിലും അവർ ഇട്ടെറിഞ്ഞു പോകില്ല. കാരണം അവരുടെ പ്രമാണിമാർ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് പ്രത്യേകം അഷ്റാഫിഹിം എന്ന് പറഞ്ഞത്. ഏതെങ്കിലും അടിമകളെ വിടുകയാണെങ്കിൽ ഖുറൈശികൾ അവരെ അവിടെ ഇട്ടെറിഞ്ഞു പോകും. അവർക്ക് എന്ത് വന്നാലും ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ പ്രമാണിമാരാകുന്ന സമയത്ത് അവരെ മോചിപ്പിക്കാൻ വേണ്ടി അവസാന ഘട്ടം വരെ അവർ
ആ ബനൂ ഖുറൈദയോടൊപ്പം ഉണ്ടാകും, അവരിട്ടെറിഞ്ഞ് പോകാൻ പോകുന്നില്ല. അപ്പോൾ ഇതാണ് അവർക്ക് അതിനുള്ള സൊല്യൂഷനായിട്ട് നുഐം നിർദ്ദേശിച്ചത്. അത് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇപ്പോൾ നുഐം പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ അവരുടെ മനസ്സിൽ ആ സംശയത്തിൻ്റെ വിത്തും പാകി നുഐം എല്ലാം അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നീട് അദ്ദേഹം രഹസ്യമായിട്ട് പോകുന്നത് അബൂ സുഫിയാൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അബൂ സുഫിയാനായിട്ട് അദ്ദേഹത്തിന് വളരെ നേരത്തെ ഉണ്ടായിരുന്ന ആത്മബന്ധത്തെ സംബന്ധിച്ച് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. അങ്ങനെ അവിടെ എത്തി കുശലാന്വേഷണങ്ങൾക്കെല്ലാം ശേഷം അദ്ദേഹം എല്ലാ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അബൂ സുഫിയാനോട് ചോദിച്ചു, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഗുണകാംക്ഷയൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, എന്താണ് കാര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരു രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുഹമ്മദിനും കൂട്ടർക്കെതിരെ ബനൂ ഖുറൈദ നിങ്ങളുമായിട്ടുണ്ടാക്കിയ കരാറിൽ അവർക്കിപ്പോൾ ചെറിയ മനംമാറ്റമുണ്ട്. അവരതിൽ വല്ലാതെ ഖേദിക്കുന്നുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ മുഹമ്മദായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രഹസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ്, പ്രായശ്ചിത്തമായിട്ട് ചില ഖുറൈശി പ്രമാണിമാരെ ഞങ്ങൾ നിങ്ങൾക്ക് വധിക്കാൻ വേണ്ടി കൈമാറാം. അപ്പോൾ ആ ഒരു ധാരണയിൽ, ആ ഒരു രഹസ്യധാരണയിൽ അവർ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്, അവർ പശ്ചാത്തപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും വല്ല കാരണവശാൽ നിങ്ങളുടെ പ്രമാണിമാരെ അവർ പണയം ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും അത് നൽകരുത്, അത് ചതിയാണ്. നിങ്ങളുടെ പ്രമാണിമാരെങ്ങാനും നിങ്ങൾ വിട്ടുകൊടുത്താൽ അവരെ മെല്ലെ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാൻ വേണ്ടി നൽകി അവരതിൽ നിന്നും കൈകഴുകി കയറാനുള്ള പുറപ്പാടാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അബദ്ധം നിങ്ങൾ ചെയ്യരുത്. അദ്ദേഹം അബൂ സുഫിയാൻ ഉപദേശിക്കുകയാണ്. അപ്പോൾ അബൂ സുഫിയാൻ പെട്ടെന്ന് ഇത് കേട്ട സമയത്ത് വല്ലാതെ ഷോക്കായി. അവർ ഈ രൂപത്തിലൊക്കെ ഈ സമയത്ത് പ്രവർത്തിക്കുമോ? ഏതായിരുന്നാലും ആ നുഐം പറഞ്ഞത് അത് പരിശോധിക്കാൻ, അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി അബൂ സുഫിയാൻ തീരുമാനിക്കുകയാണ്. ശേഷം തുടർന്ന് നുഐം തൻ്റെ ഗോത്രത്തിലേക്കും ആ ഗത്ഫാൻ ഗോത്രത്തിലേക്കും പോവുകയാണ്. ഗത്ഫാൻ ഓർക്കുന്നുണ്ടാകും, അദ്ദേഹത്തിൻ്റെ ഗോത്രം അതേപോലെ തന്നെ ശത്രുപക്ഷത്തെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷിയാണ്. അപ്പം അവരോടും അദ്ദേഹം മറ്റൊരു രൂപത്തിൽ സംസാരിക്കുകയാണ്. ഏതായിരുന്നാലും നുഐം വളരെ സമർത്ഥമായിട്ട് വ്യത്യസ്ത രൂപത്തിലായിട്ട് സംസാരിച്ച് പരസ്പരം അവരിൽ ആ സംശയത്തിൻ്റെ വിത്ത് പാകി അവർ പരസ്പരമുള്ള ആ വിശ്വാസത്തിൽ വിള്ളൽ സൃഷ്ടിക്കുകയാണ്. ഇങ്ങനെ ഹിജറ വർഷം 5 ശവ്വാൽ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലാഹു അലം, ഈ നുഐം ആ ന്യൂസ് എത്തിക്കുന്നത് ഒന്നുകിൽ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏതോ ഒരു സമയത്തായിരിക്കണം. ഉടനെ തന്നെ അബൂ സുഫിയാൻ അത് പരിശോധിക്കാൻ വേണ്ടി ഇനി കൂടുതൽ കാത്തു നിൽക്കുന്നത് ബുദ്ധിയല്ല, കാരണം പല ആളുകൾക്കും പല രൂപത്തിലുള്ള മനമാറ്റമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവർ ആക്രമണം തുടങ്ങേണ്ടതുണ്ട്, ഇനി എന്തു വന്നാലും വേണ്ടില്ല. അപ്പോൾ ആ ഒരു ന്യൂസ് കൈമാറാൻ വേണ്ടി അബൂ സുഫിയാൻ ഒരു സംഘത്തെ ആ ബനൂ ഖുറൈദയിലേക്ക് അയക്കുകയാണ്. ഇക്രിമ ഇബ്നു അബീ ജഹൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രധാനപ്പെട്ട ആളുകളുടെ ഒരു സംഘത്തെ ബനൂ ഖുറൈദയിലേക്ക് വെള്ളിയാഴ്ച രാത്രി അയക്കുകയാണ്. അവരവിടെ ആ ബനൂ ഖുറൈദയിലേക്ക് പോയിട്ട് അവർക്ക് കൈമാറേണ്ട സന്ദേശം, എന്ത് തന്നെ വന്നാലും നാളെ നമ്മൾ ആക്രമണം ആരംഭിക്കുകയാണ്. നിങ്ങൾ ആ താഴ്ഭാഗത്തു നിന്ന് ഞങ്ങൾ മുകളിൽ നിന്നുമായിട്ട് മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ആ രണ്ട് ഭാഗത്തു നിന്നുമായിട്ട് നാളെ നമ്മൾ ആക്രമിക്കും. ഇനി അതിൽ ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. അപ്പോൾ നാളെ അതിന് നിങ്ങൾ റെഡിയാവുക. അതായിരുന്നു അവരോട് പറയേണ്ടിയിരുന്നത്. അങ്ങനെ ആ ഖുറൈശി സംഘം വെള്ളിയാഴ്ച ദിവസം രാത്രി വന്ന് ബനൂ ഖുറൈദക്കാരോട് കാര്യം അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റൂല, നാളെ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം പിറ്റേ ദിവസം ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം സബത്ത് ദിനാണ്. ജൂതന്മാരുടെ ആ 10 കൽപ്പനകൾ 10 കമാൻഡ്മെൻറ്റ്സിൽ അതിൽ 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നുള്ളത് സബത്ത് ദിനം ആചരിക്കണം എന്നുള്ളതാണ്. അന്നത്തെ ദിവസം പ്രധാനപ്പെട്ട ഈ രൂപത്തിലുള്ള ഒരു പരിപാടിക്ക് അവർ കൂട്ടുനിൽക്കില്ല. അപ്പോൾ ഉടനെ തന്നെ അവർ നിഷേധിച്ച സമയത്ത് അത് തന്നെ ആ ഖുറൈശികൾക്ക് സംശയമാണ്. കാരണം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുറൈശികൾ മുസ്ലിങ്ങളെപ്പോലെയല്ല, ജൂതന്മാരെ കൂടെ ജീവിച്ച് പരിചയമില്ല. അവരുടെ വിചിത്രമായിട്ടുള്ള ആചാരങ്ങളെ സംബന്ധിച്ചൊന്നും ഖുറൈശികൾക്ക് യാതൊരു ധാരണയില്ല. അതിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു, നാളെ ഞങ്ങൾക്ക് പറ്റില്ല, ഇനി മറ്റൊരു ദിവസം യുദ്ധം ചെയ്യണമെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു കണ്ടീഷനുണ്ട്, നിങ്ങളുടെ പ്രധാനപ്പെട്ട 10 ആളുകളെ 10 അഷ്റാഫുകളെ പ്രമാണിമാരെ ഞങ്ങൾക്ക് ആൾപണയായിട്ട് നിങ്ങൾ പണയായിട്ട് നൽകും വേണം. അതുകൂടെ കേട്ട സമയത്ത് നേരത്തെ നുഐം പറഞ്ഞതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇക്രിമയും സംഘവും അവർ തിരിച്ചു വന്ന് അബൂ സുഫിയാനോട് ഈ ജൂതന്മാരുടെ ഈ പ്രതികരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് അബൂ സുഫിയാൻ അങ്ങേയറ്റം ക്ഷോഭിക്കുന്നുണ്ട്. എന്താണ് ശനിയാഴ്ച അവർക്ക് അതിനിറങ്ങിയാൽ? ശനിയാഴ്ച മറ്റുള്ളൊരു ദിവസത്തെ പോലെ കേവലം ഒരു ദിവസം മാത്രമല്ലേ, അവർ കളവ് പറയാണ്. നുഐം പറഞ്ഞത് സത്യമാണെന്ന് അബൂ സുഫിയാൻ ആ ഒരു ധാരണയിലേക്ക് എത്തണം. ആ രൂപത്തിലാണ് നമ്മൾ ഓൾറെഡി ഈ രൂപത്തിലുള്ള ചിന്താഗതി മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് കാണുക, അതല്ലാതെ കാണുന്നതിനെ സംബന്ധിച്ചാവില്ല ചിന്തിക്കുന്നത്. ആ രൂപത്തിലാണ് നേരത്തെ നുഐം വളരെ സമർത്ഥമായിട്ട് അവരുടെ മനസ്സിൽ നിക്ഷേപിച്ചു പോയ സംശയങ്ങളായിട്ട് ജൂതന്മാരുടെ പ്രതികരണത്തെ മറുപടി അബൂ സുഫിയാൻ കൂട്ടി വായിക്കുകയാണ്. അതോടുകൂടി അവർക്കിടയിലുള്ള ഐക്യം തകരാൻ തുടങ്ങി. അവർ പരസ്പരം വഞ്ചന ആരോപിക്കാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ
അബൂ സുഫിയാൻ ഇതിനെല്ലാം തുടക്കം കുറിച്ച ആ ജൂതഗോത്രത്തിൻ്റെ ആ തലവൻ ഹുയയ്യനെ അബൂ സുഫിയാൻ വിളിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ മദീനയിലായിരുന്നില്ല. വളരെ ക്ഷുഭിതനായിക്കൊണ്ട് അബൂ സുഫിയാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്ക് സഹായ വാഗ്ദാനങ്ങളെല്ലാം നൽകി, ഇപ്പോൾ ഒരു സബത്തിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ കൈയൊടിഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ വഞ്ചകരാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, തോറയാണ് സത്യം, ഞങ്ങൾ സബത്ത് എന്നുള്ളത് ഞങ്ങളുടെ ആചാരം തന്നെയാണ്. അപ്പോൾ അബൂ സുഫിയാൻ ഉടനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ആൾജാമ്യം ചോദിച്ചതോ? യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് അയാൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ അത് പറഞ്ഞ സമയത്ത് അബൂ സുഫിയാൻ പറഞ്ഞു, ലാത്തയാണ് സത്യം, നിങ്ങൾ മുഴുവൻ വഞ്ചിക്കാണ്, നീയും അവരുടെ കൂട്ടത്തിൽ വഞ്ചകനാണെന്നെല്ലാം പറഞ്ഞ് ശക്തമായിട്ട് അയാൾ ആക്ഷേപിച്ചു. അപ്പോൾ അബൂ സുഫിയാൻ്റെ ആ ഒരു കോപമെല്ലാം കണ്ട സമയത്ത് ഇനി അവിടെ നിൽക്കുന്നത് പന്തികേടാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ അയാൾ ആ ബനൂ ഖുറൈലയിലേക്ക് രക്ഷപ്പെടുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ അയാളുടെ അവസാനത്തെ പോക്കായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുറൈശികളും സഖ്യകക്ഷികളെല്ലാം പെട്ടെന്ന് വന്ന് യുദ്ധം ചെയ്ത് മടങ്ങാമെന്നുള്ളൊരു ധാരണയിലാണ് അവർ മദീനയിലേക്ക് എത്തിയിരുന്നത്. പക്ഷേ ദിവസങ്ങൾ പിന്നീടാണ്, അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 3 ആഴ്ചയെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം ദിവസം അവിടെ തങ്ങാൻ ആവശ്യമായിട്ടുള്ള സപ്ലൈ ആ ഒരു സാധനങ്ങളായിട്ടൊന്നല്ല അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ദിവസങ്ങൾ പോകുന്നതിനനുസരിച്ച് അവരുടെ ആ സൈന്യങ്ങൾക്കും അതിലുള്ള മൃഗങ്ങൾക്കെല്ലാം ആ വെള്ളവും ഭക്ഷണമെല്ലാം അവർ നൽകേണ്ടതുണ്ട്. അപ്പോൾ സപ്ലൈ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വല്ലാത്ത പ്രതിസന്ധിക്കിടയിലാണ് ഈ ഒരു ചതിയെ സംബന്ധിച്ചും അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ സഹായം, ഒന്നാമതായിട്ട് നുഅയ്ം വഴി ശത്രുക്കളുടെ മനസ്സിലേക്ക് ആ സംശയങ്ങൾ ഇട്ടുകൊടുത്ത് അവരുടെ ഐക്യം, അവർ പരസ്പരം ഛിന്ന ഭിന്നാവാണ്. അതോടൊപ്പം മറ്റൊരു വിധത്തിലും അള്ളാഹിൻ്റെ സഹായത്തി പ്രകൃതി പെട്ടെന്ന് പ്രതികൂലമായിട്ട് പെരുമാറാൻ തുടങ്ങി. അതുവരെ മദീനയിൽ താരതമ്യേന ഒരു തണുത്ത് മരവിച്ചൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ പെട്ടെന്ന് കാലാവസ്ഥ മാറി കിഴക്ക് ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള കൊടുങ്കാറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ മരുഭൂമിയിൽ കാറ്റടിച്ചാൽ പറയേണ്ടതില്ല, അത് ഉടനെ തന്നെ അത് മണൽക്കാറ്റായിട്ട് മാറും. വലിയ തിരമാലകൾ പോലെയുള്ള മണൽക്കാറ്റ്, പാഞ്ഞടിച്ച കൊടുങ്കാറ്റ് ശത്രുക്കളുടെ ടെൻറ്റുകൾ പിഴുതെറിഞ്ഞ് അതിന് പുറമെ അവർ ഭക്ഷണവും മറ്റും ശേഖരിച്ചു വെച്ച ആ പാത്രങ്ങൾ അതെല്ലാം അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങി. ഒരു തീയോ വിളക്കോ കത്തിക്കാൻ കഴിയാത്ത വിധം. മനസ്സിലാക്കണം, അന്നത്തെ കാലത്ത് കറണ്ടൊന്നുമില്ല. അപ്പോൾ വല്ലതും പാചകം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ വെളിച്ചത്തിനുള്ള ആകെ സ്രോതസ് എന്നുള്ളത് തീ കത്തിക്കലാണ്. അപ്പോൾ അത് ഈ കൊടുങ്കാറ്റിൽ അവർക്ക് തീയും കത്തിക്കാൻ കഴിയുന്നില്ല. അതിനു പുറമെ കൂരാകൂരിരുട്ട്, അതുവരെ കണ്ടിട്ടില്ലാത്ത കൂരിരുട്ട്. അതിനെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്, സ്വന്തം കൈകൾ പോലും കാണാൻ കഴിയാത്ത വിധം അത്തരത്തിലുള്ള ഒരു കൂരിരുട്ട് അന്ന് മദീന കാണേണ്ടി വന്നു എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ സഹായമായിരുന്നു. ആ സഹായത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ അഹ്സാബിൻ്റെ 9-ാമത്തെ ആയത്തിൽ, യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, ഓ സത്യവിശ്വാസികൾ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. എന്താണത്? ഇത് ജാഅത്കും ജുനൂദും ഫഅർസൽനാ അലൈഹിം റീഹൻ വ ജുനൂദൻ ലം തറൗഹ, നിങ്ങൾ കാണാത്ത അള്ളാഹിൻ്റെ സൈന്യത്തെയും അതേപോലെ തന്നെ ആ കാറ്റിനെയും ശത്രുക്കൾക്ക് നേരെ അയച്ച് അള്ളാഹു നിങ്ങളെ സഹായിച്ച ആ ഒരു അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുക. അപ്പോൾ അള്ളാഹു അവിടെ അവൻ്റെ സൈന്യമെന്ന് പറയുന്നത് ഒന്ന് ആ കാറ്റിനെ തന്നെയാണ്. ഏതൊരു പ്രകൃതി പ്രതിഭാസങ്ങളെയും അള്ളാഹു അവൻ്റെ സൈന്യമായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം നമ്മൾ കാണാത്ത ബിഹൈൻഡ് ദ സീനിൽ മലക്കുകളുടെ സാന്നിധ്യം പല യുദ്ധങ്ങളിലും ആ രൂപത്തിലും അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തും ഏതും അള്ളാഹു അവൻ്റെ സൈന്യമായിട്ട് ഉപയോഗിക്കാം. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് മുദ്ദസ്സിറിൻ്റെ 31-ാമത്തെ വചനത്തിൽ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, അള്ളാഹു പറയുന്നുണ്ട് അവൻ്റെ ആ സൈന്യങ്ങളെ സംബന്ധിച്ച് അവനല്ലാതെ മറ്റാരും അറിയില്ല. അപ്പോൾ നേരത്തെ നിങ്ങൾ സീറയിൽ ഓർക്കുന്നുണ്ടോ 82-ാമത്തെ എപ്പിസോഡിൽ ആ റജീ സംഭവം വിവരിച്ച സമയത്ത് ഒരു സ്വഹാബി ആസിം ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഷഹീദായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ച സമയത്ത് ഫബഅസല്ലാഹു ലി ആസിമിൻ മിസ്ല ദുല്ലത്തി മിന ദുബർ, സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ വലിയൊരു മേഘക്കൂട്ടം പോലെ വലിയൊരു കടന്നൽ കൂട്ടം ഒന്നടങ്കം വന്ന് ആ ശരീരത്തെ പൊതിഞ്ഞ് അതിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അള്ളാഹു ആ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തിനേയും ഏതിനേയും അള്ളാഹു സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു അവൻ്റെ സൈന്യമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ കാറ്റിന് അല്ലെങ്കിൽ മലക്കുകളാണ് അള്ളാഹു അയച്ചത്. അവിടെ ചേർത്ത് വായിക്കേണ്ട മനോഹരമായിട്ടുള്ളൊരു ഹദീസ് സ്വഹീൽ ബുഖാരി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുസിർതു ബി സ്വബാ വ ഉഹ്ലിക്കത് ആദും ബി ദബൂർ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, അള്ളാഹു എന്നെ ആ സ്വബാ മുഖേന സഹായിച്ചു, അതേസമയം ആദിനെ ആദ് സമുദായത്തെ ദബൂർ മുഖേന നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 2 തരം കാറ്റുകളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്. കാരണം ആദ് സമുദായത്തിൻ്റെ നാശത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിൻ്റെ 16-ാമത്തെ വചനത്തിൽ ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ, അവരിലേക്ക് കാറ്റുകൾ അയച്ച്, അല്ലെങ്കിൽ സൂറത്തുൽ ഹാഖയുടെ 6 മുതലുള്ള ആയത്തുകളിലും അള്ളാഹു ആദ് സമുദായത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, സമ്പൂർണ്ണമായിട്ട് ആ ജനതയെ തുടച്ചു നീക്കാൻ അള്ളാഹു ഉപയോഗിച്ചത് കാറ്റിനെയാണ്. അപ്പോൾ ഈ രൂപത്തിൽ ആ ഖൗമു ആദിലേക്ക് അയച്ച വിനാശകാരിയായിട്ടുള്ള കാറ്റ് അത് ദബൂറാണ്. പക്ഷേ റസൂലുള്ളാഹിക്ക് സഹായമായിട്ട് നൽകിയതെന്ന് പറയുന്നത് സ്വബയാണ്. ഈ ഹദീസിൻ്റെ ഷർഹിൽ അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ആ സ്വബ എന്നുള്ളത് അതത്ര വിനാശകാരിയല്ലാത്ത
പല സമയത്തും അള്ളാഹിൻ്റെ കാരുണ്യെല്ലാം വർഷിക്കുന്ന രൂപത്തിലുള്ള കാറ്റാണ്. അതേപോലെ തന്നെ ഇന്ന സ്വബാഹി അല്ലത്തി ഹമലത്ത് റീഹ ഖമീസ് യൂസുഫ് ഇലാ യാക്കൂബ് ഖബല അൻ യസ്ല ഇലൈഹി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ആ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഗന്ധം, ആ യാത്രാ സംഘം അവിടെ നിന്നും പുറപ്പെട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫിൻ്റെ 94-ാമത്തെ വചനത്തിൽ ഇന്നീലെ അജിദു റീഹ യൂസുഫ്, ആ ഗന്ധമെല്ലാം അള്ളാഹു എത്തിച്ചു കൊടുത്തത് ഈ ഒരു സ്വഭാവം ഈ കാറ്റ് വഴിയാണെന്നെല്ലാം അതിൻ്റെ തഫ്സീറുകൾ അല്ലെങ്കിൽ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ഹന്തക്കിൻ്റെ ദിവസത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു സഹായമായിട്ട് നൽകിയത് ആ സ്വബാ എന്നുള്ള കാറ്റാണ്. അതല്ലാതെ ദബൂർ അയച്ചിരുന്നെങ്കിൽ ശത്രുക്കൾ സമ്പൂർണ്ണമായിട്ട് അവിടെ തുടച്ചു നീക്കപ്പെട്ടേനെ. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. കാരണം അള്ളാഹു റസൂലുള്ളാഹിക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്. സൂറത്തുൽ അൻഫാലിൻ്റെ 33-ാമത്തെ വചനത്തിൽ വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, ഓ പ്രവാചകരെ, താങ്കൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹു അവരെ ശിക്ഷിക്കില്ല, എങ്കിൽ സമ്പൂർണ്ണമായിട്ട് അവരെ തുടച്ചു നീക്കില്ല. അത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി ഇപ്പോൾ റസൂലുള്ളാഹിനെ എതിർക്കുന്ന ഖുറൈശികളും ഖത്ഫാൻ ഗോത്രമെല്ലാം അവരൊരൽപ്പം കഴിയുമ്പോൾ അവരെല്ലാം ഇസ്ലാമിലേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചെല്ലാം സമ്പൂർണ്ണമായിട്ട് ഭാവിയെ സംബന്ധിച്ച് അറിയാവുന്ന അള്ളാഹുവാണ് ഈ ഒരു രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ മുസ്ലിം ക്യാമ്പിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അപ്പോൾ നേരത്തെ നഈം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന് ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ്. അതിനുശേഷം പിന്നീട് എന്താണ് ശത്രുപക്ഷത്ത് സംഭവിക്കുന്നത്, അതിനോടൊപ്പം പുറത്ത് വളരെ ഭീകരമായിട്ടുള്ള കാലാവസ്ഥയും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശത്രുക്കളുടെ ഭാഗത്തുള്ളൊരു അപ്ഡേറ്റ് മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അത് ലഭിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയിലും പ്രാർത്ഥനയിലാണ്. റസൂലുള്ളാഹി നമസ്കാരത്തിലാണ്. നമസ്കാരം പൂർത്തിയാക്കി വന്ന് റസൂലുള്ളാഹി അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അലാ റജുലുൻ യഅ്തീനി ബി ഖബറിൽ ഖൗം, ആ ശത്രുക്കളുടെ ന്യൂസ് ആരാണ് അന്വേഷിച്ചു പോയിട്ട് അത് എനിക്ക് കൊണ്ടുവന്ന് തരിക. റസൂലുള്ളാഹി അവിടെ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വഹാബികളോട് ആ ചോദ്യം ചോദിച്ചു. പിന്നീട് എന്താണ് ആ രാത്രി അവിടെ സംഭവിച്ചതെന്ന് വളരെ കാലങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെല്ലാം ശേഷം പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി ഹുദൈഫ ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വൃദ്ധനായിരിക്കുന്ന സമയത്ത് അന്നത്തെ രാത്രി, ആ ഹന്തക്കിൻ്റെ രാത്രി അദ്ദേഹം ഓർത്തെടുക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആ സ്വഹാബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ സീറയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം സ്വാഹിബു സിർ, റസൂലുള്ളാഹിൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നുള്ള അപരനാമത്തിലെല്ലാം അറിയപ്പെടുന്ന, റസൂലുള്ളാഹി ആ മുനാഫിക്കുകളുടെ പേരെല്ലാം പറഞ്ഞു കൊടുത്ത സ്വഹാബിയാണ്. അപ്പം അദ്ദേഹം ഹുദൈഫ ഇബ്നു യമാൻ, യമാൻ്റെ മകനാണ്. യമാൻ എന്നുള്ളത് പിതാവിൻ്റെ ലഖബാണ്. യഥാർത്ഥത്തിലുള്ള പേര് ഹുസൈൽ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു. ഉപ്പയും മകനും രണ്ടാളും സ്വഹാബികളാണ്. ഏകദേശം ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെയാണ്. അപ്പോൾ അവർ ഔസിൽ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രം, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഗോത്രത്തിലാണ്. യഥാർത്ഥത്തിൽ അവർ മദീനക്കാരല്ല, മറ്റൊരു പ്രദേശത്തു നിന്നും വന്ന് ഔസിൽ പിന്നീട് സെറ്റിലായ ആളുകളാണ്. ഉഹുദിൻ്റെ ചരിത്രം ഓർക്കുന്നുണ്ടാകും. പിതാവ് ഹുസൈൽ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു വയോവൃദ്ധനായത് കാരണം റസൂലുള്ളാഹി അദ്ദേഹത്തെ മദീനയിൽ നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി യുദ്ധത്തിന് പോവുകയാണ്. അപ്പോൾ അവർ മുസ്ലിങ്ങൾ യുദ്ധക്കളത്തിലായ സമയത്ത് മദീനയിൽ ഈ സ്വഹാബി അതിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു വയോവൃദ്ധനായ സാബിത്ത് ബിൻ വഖ്ഷ് റളിയല്ലാഹു അൻഹുവിനോട് അവർ തമ്മിലൊരു സംസാരം നടക്കുന്നുണ്ട്. ഹുദൈഫയുടെ പിതാവ് പറഞ്ഞു, നമ്മൾ ഈ വയസ്സാം കാലത്ത് ഇനി എന്തും പ്രതീക്ഷിച്ചാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് യുദ്ധത്തിന് പോകാം, അവിടെ അള്ളാഹു ആ ഷഹാദത്ത്, ആ രക്തസാക്ഷിത്വം നൽകി അനുഗ്രഹിക്കുകയാണെങ്കിലോ അല്ല എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടാളും ഉഹുദിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ അവിടെ യുദ്ധക്കളത്തിൽ ഉഹുദിൽ പിന്നീട് സംഭവിക്കുന്ന നമുക്കറിയാം. അവർ രണ്ടാളും യുദ്ധക്കളത്തിലേക്ക് പ്രവേശിക്കുന്നത് ആ രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പെട്ടെന്ന് അത് ശത്രുക്കളാണെന്ന് കരുതി ഈ രണ്ടാൾക്ക് മീതെ ചാടി വീഴുന്നുണ്ട്. ആ സമയത്ത് പിതാവിനെ തിരിച്ചറിഞ്ഞ ഹുദൈഫ യുദ്ധക്കളത്തിൻ്റെ പിറകിൽ നിന്നും യാ ഇബാദല്ലാ അബി അബി, അതെൻ്റെ ഉപ്പയാണ്, എൻ്റെ ഉപ്പയാണെന്ന് ഹുദൈഫ അവിടെ നിന്നും ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ അതിൻ്റെ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ അവരത് കേൾക്കാതെ പോയി. മുസ്ലിങ്ങളുടെ കൈകളാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയാണ്. അങ്ങനെ യുദ്ധാനന്തരം ആ പിതാവിനെ അബദ്ധത്തിൽ വധിച്ച ആളുകൾ വളരെ വിഷമത്തോടുകൂടെ ഹുദൈഫയെ സമീപിച്ചുകൊണ്ട് വല്ലാഹി മാ അറഫ്നാഹു, ഞങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞിരുന്നില്ല. ആ രൂപത്തിൽ അവർ മാപ്പ് ചോദിച്ച സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു അവരോട് യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ, സൂറത്തുൽ യൂസുഫിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞ അതേ പദങ്ങൾ മറുപടിയായിട്ട് പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ദിയ, അതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് 100 ഒട്ടകം ബൈത്തുൽ മാലിൽ നിന്നും അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ആ ഒരു സമ്പത്ത് മതി പിന്നീടുള്ള കാലം സുഭിക്ഷമായിട്ട് ജീവിക്കാൻ. ആ ലഭിച്ച മുഴുവൻ സമ്പത്തും വതസദ്ദഖ ബിഹി അലാ ഫുഖറാഇൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളിലുള്ള ഫക്കീർമാർക്ക് അത് മുഴുവൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു ദാനായിട്ട് നൽകുകയാണ്. അപ്പോൾ ഈ രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെല്ലാം കണ്ടിട്ടാണ് റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ ആ രഹസ്യ സൂക്ഷിപ്പുകാരനായിട്ട് ഈ സ്വഹാബിയെ തിരഞ്ഞെടുക്കുന്നത്.
അതേപോലെ അദ്ദേഹത്തിന് ആ ഫിത്തനകളെ സംബന്ധിച്ച് റസൂലുള്ളാഹിൻ്റെ കാലശേഷം സംഭവിക്കാനിരിക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള അറിവുണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിനോട് പ്രത്യേകം ചോദിച്ച് അദ്ദേഹം പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് എന്തെങ്കിലും ഫിത്തന ഉണ്ടാകുന്ന സമയത്തെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ചർച്ച ചെയ്യുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അതേപോലെ റസൂലുള്ളാഹ് അദ്ദേഹത്തെ മുആഖ ചേർത്തത്, സാഹോദര്യ ബന്ധം ചേർത്തത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആയിട്ടാണ്. അതും മനോഹരമാണ്. കാരണം ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫിത്തനയുടെ എല്ലാ വിവരങ്ങളും നൽകിയ സ്വഹാബിയാണ്. അതേസമയം മറുവശത്ത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആ ഫിത്തനയുടെ മധ്യത്തിൽ അത് കാരണം ഷഹീദാകുന്ന സ്വഹാബിയാണ്. റസൂലുള്ളാഹിൻ്റെ ഒരു പ്രവചനം തന്നെ ആ ഫിത്തന ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും ശരിയായിട്ടുള്ള ഭാഗം അത് അമ്മാറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പ്രവചിക്കുന്നുണ്ട്. തഖ്തുലുഹു ഫിഅത്തുൽ ബാഗിയ. അപ്പോൾ ഈ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ആ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഈ ഹുദൈഫ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്ത് ഇറാഖിലുള്ള കൂഫയിൽ അവിടെയായിരുന്നു അദ്ദേഹം വസിച്ചിരുന്നത്. നമ്മുടെ ആ കോണ്ടക്സ്റ്റിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന് ചുറ്റും താബികളിൽപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ താബികളെ സംബന്ധിച്ചിടത്തോളം സ്വഹാബികൾ അവർക്ക് സൂപ്പർ സ്റ്റാറുകളാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജീവിക്കാൻ അവസരം ലഭിച്ച ആളുകളാണ്. അപ്പോൾ സദാസമയത്തും അവർ റസൂലുള്ളാഹിൻ്റെ ഒപ്പമുള്ള കാലത്തെ സംബന്ധിച്ച് അവർ കൗതുകത്തോടു കൂടെ പലതും അവർ ചോദിക്കാറുണ്ട്. ചില സമയത്ത് നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ തെറ്റായിട്ടുള്ള ചോദ്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേ രൂപത്തിൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് താബികളിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നുണ്ട്. ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. താബികളിൽപ്പെട്ട, അതായത് റസൂലുള്ളാഹിൻ്റെ അടുത്ത ജനറേഷൻ, അതിൽപ്പെട്ട ഒരാൾ വന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, തൂബാ ലി ഹാതൈനി ഐനൈനി റഅത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ദർശിക്കാൻ സാധിച്ച നിങ്ങളുടെ മുഖത്തുള്ള ഈ കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളതാണ്. നിങ്ങൾ കണ്ടത് കാണാനും നിങ്ങൾ അനുഭവിച്ചത് അനുഭവിക്കാനൊക്കെ ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മളിൽ പല ആളുകളും പലപ്പോഴായിട്ട് ഇത് പറയാറുള്ളതാണ്, ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നതാണ്. പക്ഷേ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നൽകിയ മറുപടി നോക്കുക. അദ്ദേഹം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് തരാത്ത അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലാത്തതായിട്ടുള്ളൊരു ഭാഗ്യം അത് കൈവരണമെന്ന് നിങ്ങളെന്തിനാണ് ആഗ്രഹിക്കുന്നത്? ആ ഭാഗ്യം നിങ്ങൾക്ക് കൈവന്നിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്താകുമായിരുന്നെന്ന് നിങ്ങൾക്കതിനെ സംബന്ധിച്ച് വല്ല അറിവുണ്ടോ? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദർശിച്ച പല കണ്ണുകളും നരകത്തിലാണ്. റസൂലുള്ളാഹിൻ്റെ ആ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ 10 വർഷത്തോളം റസൂലുള്ളാഹിൻ്റെ പിറകിൽ നിന്നെല്ലാം നമസ്കരിച്ച നിരവധി മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അബൂബക്കറിൻ്റെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അബൂജഹലിൻ്റെ കൂടെ പോകുമോ എന്നുള്ളത് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിവില്ല. അള്ളാഹു നിങ്ങൾക്ക് എന്താണോ നൽകിയത്, അള്ളാഹു ഇന്ന് നിങ്ങൾക്ക് സത്യവിശ്വാസിയായിട്ട് ജീവിക്കാൻ നൽകിയ ആ സൗഭാഗ്യത്തിന് നിങ്ങൾ അള്ളാഹിനെ സ്തുതിക്കുക. അതാണ് അദ്ദേഹം മറുപടിയായിട്ട് നൽകിയത്. ആഴത്തിലുള്ള മറുപടിയാണ്. അപ്പം അതിൻ്റെ മറ്റൊരു വെർഷനാണ് ഇവിടെയും നമ്മൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട കോണ്ടക്സ്റ്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സമയത്ത് വയോവൃദ്ധനായിട്ടുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇറാഖിലെ കൂഫയിലുള്ള ആ പള്ളിയിൽ ഇരിക്കുകയാണ്. താബികളിൽപ്പെട്ട നിരവധി വിദ്യാർത്ഥികളും ചുറ്റിലിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ വന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. സ്വഹീഹ് മുസ്ലിമിലും ഇമാം ഹാക്കിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസ്, അതെല്ലാം നമ്മൾ ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബാ അബ്ദില്ല റഅയ്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസഹിബ്തുമൂഹു. ഓ അബൂ അബ്ദില്ല, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിയാണ്, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും റസൂലുള്ളാഹിനോടൊപ്പം സഹവസിക്കാനെല്ലാം സൗഭാഗ്യം ലഭിച്ച ആളുകളല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം യാ ഇബ്നു അഖി, അതെ, അതിന് ഭാഗ്യം ലഭിച്ച ആളുകളാണ്. അയാൾ വീണ്ടും ചോദിച്ചു, ഫകൈഫ കുൻതും തസ്നഊൻ, നിങ്ങൾ എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്നത്? ഹുദൈഫ പറഞ്ഞു, ഖാല വല്ലാഹി ലഖദ് കുന്നാ നജ്ഹദ്, ഞങ്ങൾ കഴിയുന്നത്ര കഷ്ടപ്പെട്ടു അധ്വാനിച്ചു, റസൂലുള്ളാഹിനെ വേണ്ട വിധത്തിലാണ് ഞങ്ങൾ സഹായിച്ചു. അപ്പം അത് കേട്ട സമയത്ത് ഈ വ്യക്തി ഹുദൈഫയോട് പറഞ്ഞു, വല്ലാഹി ലൗ അദ്റക്നാഹു മാ തറക്നാഹു യംശി അലൽ അർളി ലഹമൽനാഹു അല അനാഖിന, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഞങ്ങളെങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ റസൂലുള്ളാഹിനെ ഞങ്ങൾ നിലത്ത് വെക്കൂല, ഞങ്ങൾ സദാസമയത്ത് റസൂലുള്ളാഹിനെ തോളിലിട്ട് നടക്കുമായിരുന്നു. ആ രൂപത്തിൽ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ആ ഒരു കമൻറ്റിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഗത നോക്കുക. അതായത് ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങളെക്കാൾ ചെയ്യായിരുന്നു എന്നുള്ള ഒരു ധ്വനി ആ ഒരു സംസാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ അത് അവരുടെ ഭാവന മാത്രമാണ്. ഇപ്പോൾ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ യാഥാർത്ഥ്യത്തിൽ ജീവിച്ച ആളുകളാണ്. അപ്പോൾ നമ്മൾ ആധുനിക ഭാഷയിൽ റീൽസും റിയൽസും തമ്മിൽ അത് രണ്ടും ആ രൂപത്തിൽ പറയുന്നത് പോലെയാണ്. അവർക്ക് കഴിയാവുന്ന ഏറ്റവും മാക്സിമം അവർ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു അവരെ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും ഖൈറുന്നാസി ഖർനി, ഏറ്റവും ഉത്തമമായിട്ടുള്ള ആളുകൾ അത് എൻ്റെ ജനറേഷനാണെന്ന് റസൂലുള്ളാഹി എല്ലാം സർട്ടിഫൈ ചെയ്ത ആളുകളാണ്. അപ്പോൾ അവരുടെ ബെസ്റ്റ് ചെയ്തു പോയതാണ്. പിന്നീടുള്ള ആളുകൾക്ക് ഈ രൂപത്തിലെല്ലാം ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എന്നെല്ലാം പറയാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ വ്യക്തി രൂപത്തിൽ കമൻറ്റ് ചെയ്ത സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, യബ്ന അഖി അൻത കുൻത തഫ്അലു ദാലിക, നിങ്ങൾ ആ രൂപത്തിലൊക്കെ ചെയ്യായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ചിലത് പറഞ്ഞുതരാം. ശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹു
അന്നത്തെ ദിവസം ആ ഖന്തക്ക് ദിവസം രാത്രി നടന്ന കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് പറയുന്നുണ്ട്. നമ്മൾ ആ നിർത്തിവെച്ച കോണ്ടക്സ്റ്റിലേക്ക് എത്തുകയാണ്. അങ്ങനെ അന്നത്തെ ആ ദിവസം ലൈലത്തുൽ ഖന്തഖ്, ആ ഖന്തക്കിൻ്റെ ദിവസം രാത്രി റസൂലുള്ളാഹി നമസ്കാരം പൂർത്തിയാക്കി സ്വഹാബികളുടെ അടുത്തേക്ക് വന്നു. പുറത്ത് നല്ല ശക്തമായിട്ടുള്ള കാറ്റെല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിച്ചു, അലാ റജുലും യഅ്തീനി ബി ഖബലിൽ ഖൗം, ആരാണ് ശത്രുക്കളുടെ ആ ഭാഗത്ത് പോയിട്ട് അവരുടെ ആ ന്യൂസ് എനിക്ക് എത്തിച്ചു തരിക? അപ്പോൾ റസൂലുള്ളാഹി അത് ചോദിച്ച സമയത്ത് ആ സദസ്സിൽ ഒരാളും മിണ്ടുന്നില്ല. പ്രധാനപ്പെട്ട മുഴുവൻ സ്വഹാബികൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരാളും മിണ്ടുന്നില്ല. കാരണം അവർക്ക് സംസാരിക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. 3 ആഴ്ചയായിട്ട് പട്ടിണി കിടക്കുകയാണ്, കൊടും തണുപ്പും, അതിൽ അവർക്ക് യഥാർത്ഥത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ഒരു ശക്തി പോലും ഇല്ലാത്ത അത്രയും വീക്കായിരിക്കുന്ന അവസ്ഥയാണ്. പൊതുവേ റസൂലുള്ളാഹി മറ്റേത് സദസ്സിലും എന്ത് ചോദിച്ചാലും അനയാ റസൂലുള്ളാഹി, അനയാ റസൂലുള്ളാഹി എന്ന് ചാടി എഴുന്നേൽക്കുന്ന സ്വഹാബികളാണ് നമ്മൾ സീറിയലുടനീളം കാണുന്നത്. പക്ഷേ അങ്ങേയറ്റം ദുർബലായിരിക്കുന്ന ആ ഒരവസ്ഥയിലാണ് റസൂലുള്ളാഹിൻ്റെ ചോദ്യം വരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും രണ്ടാമതും ചോദ്യം ആവർത്തിച്ചു. ആ സമയത്തും പൂർണ്ണമായിട്ടുള്ള മൗനം, ഒരാളും ശബ്ദിക്കുന്നില്ല. മൂന്നാമതും റസൂലുള്ളാഹി ചോദിച്ചു. ആ ചോദ്യത്തിനോടൊപ്പം റസൂലുള്ളാഹി കൂട്ടിച്ചേർത്തു, ജഅലഹുല്ലാഹു മഅി യൗമൽ ഖിയാമ, ആരെങ്കിലും അതിന് സന്നദ്ധാവാണെങ്കിൽ അയാൾ അന്ത്യനാളിൽ എന്നോടൊപ്പമായിരിക്കും. ആ സമയത്തും യാതൊരു പ്രതികരണവുമില്ല. അപ്പോൾ 3 തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും യാതൊരു ഫലമില്ലെന്ന് കണ്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കൂട്ടത്തിൽ നിന്നും റസൂലുള്ളാഹി ഒരാളെ പിക്കുകയാണ്. റസൂലുള്ളാഹി ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ഖും യാ ഹുദൈഫ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ആ സമയത്ത് തണുപ്പും പട്ടിണിയും കാരണം നിലത്ത് ഞാൻ കിടക്കുകയായിരുന്നു. റസൂലുള്ളാഹി എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തന്നെ ചൂസ് ചെയ്തത്, റാൻഡായിട്ട് ചൂസ് ചെയ്തതല്ല? അതിൻ്റെ പിന്നിലൊരു കാരണം ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമ്മൾ കാണും. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അതുവരെ ജനറലായിട്ടാണ് റസൂലുള്ളാഹി ചോദിച്ചത്, അപ്പോൾ ഓപ്ഷനിലാണ്, ഒരാൾക്ക് വേണമെങ്കിൽ അത് സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം. പക്ഷേ റസൂലുള്ളാഹി എന്നെ കൃത്യമായിട്ട് എന്നെ പിക്ക് ചെയ്തതോടുകൂടെ അത് എനിക്ക് വാജിബായിട്ട്, എനിക്ക് നിർബന്ധമായിട്ട് മാറാണ്. പിന്നീട് നോ പറയാൻ പറ്റില്ല. പിന്നീട് എനിക്ക് അതിനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം സത്യസന്ധമായിട്ട് തന്നെ പറയുകയാണ്, അതായത് റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് സന്നദ്ധമായത്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുവിധം ശക്തിയെല്ലാം സംഭരിച്ച് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിന്നു. ആ തണുപ്പിനെ പ്രതിരോധിക്കാനായിട്ടുള്ള വസ്ത്രമൊന്നുമില്ല, ആകെ ഒരു അരമുണ്ട് മാത്രം. ആ രൂപത്തിൽ വസ്ത്രമൊന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, വറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്ന് എന്നെ ചേർത്ത് നിർത്തി റസൂലുള്ളാഹി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഹഫ്ഫദ്ഹു മിൻ ബൈന യദൈഹി വമിൻ ഖൽഫിഹി വഅൻ യമീനിഹി വഅൻ ശിമാലിഹി, എല്ലാ ഭാഗത്തു നിന്നും, വലതുനിന്നും ഇടതും അതേപോലെ തന്നെ താഴ്ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും അല്ലാഹുവെ നീ ഹുദൈഫയെ സംരക്ഷിക്കണേ എന്ന ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി റസൂലുള്ളാഹി അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയണം, അത്ഭുതം, ആ പ്രാർത്ഥന അവസാനിച്ചതും എൻ്റെ ശരീരത്തിന് വല്ലാത്തൊരു ഉണർവ് ലഭിച്ചു. അതേപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ആ തണുപ്പ് പോയി ചൂടായി. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുളിമുറിയിൽ നടക്കുന്നത് പോലെ, അതായത് നല്ലൊരു ചൂട്, ഒരു ഫീലിംഗ് എനിക്ക് അതോടുകൂടെ ലഭിച്ചു എന്നുള്ളതാണ്. ശേഷം റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഇദ്ഹബ്, താങ്കൾ പോയിട്ട് ആ ശത്രുക്കളുടെ ആ വാർത്തകൾ ശേഖരിച്ചു വരിക. പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി ഒരു കാര്യം ഉണർത്തി, വലാ തദ്അറുഹും അലയ്യ, അവരറിയാത്ത രൂപത്തിൽ വേണം പോയി ചെയ്യാൻ, അവരെ ഒരിക്കലും പ്രകോപിപ്പിക്കരുത്. അതായത് കേവലം അവരെ വാച്ച് ചെയ്ത് ആ ന്യൂസ് എത്തിക്കുക മാത്രം, അതല്ലാതെ മറ്റൊന്നും ചെയ്യരുതെന്ന് റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് തന്നെ അവസാനം ഉണർത്തി. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു വളരെ ആത്മവിശ്വാസത്തോടു കൂടെ ആ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ പുറത്തുള്ള കാഴ്ച അദ്ദേഹം പറയുന്നുണ്ട്, നേരത്തെ നമ്മൾ വിശദീകരിച്ചതായിട്ട് ചേർത്ത് വെക്കുക. അദ്ദേഹം പറയാണ്, പുറത്ത് കൂരിരുട്ടാണ്, എൻ്റെ കൈകൾ പോലും കാണാൻ കഴിയാത്ത അത്ര കൂരിരുട്ട്. അതുമാത്രമല്ല, ശക്തമായിട്ടുള്ള കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിലുള്ള ഒരു കാലാവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടായതായിട്ട് ഓർക്കുന്നു പോലുമില്ല. അതോടൊപ്പം അദ്ദേഹം പറയുകയാണ്, അതായത് ആ കാറ്റിൻ്റെ ഹുങ്കാരം, ആ കാറ്റിൻ്റെ ശബ്ദം ഇടിപോലെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ, ആ ഒരു കാലാവസ്ഥയിൽ അദ്ദേഹം മുന്നോട്ട് നടന്ന് എങ്ങനെയൊക്കെയോ അദ്ദേഹം ആ ശത്രുക്കളുടെ ടെൻറ്റിൻ്റെ സമീപത്തെത്താണ്. അപ്പോൾ അദ്ദേഹം അവിടെ ആദ്യമായിട്ട് കണ്ട ആ കാഴ്ചയെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവർക്ക് നടുവിലൊരാൾ നിൽക്കുന്നുണ്ട്, അത് അവരുടെ നേതാവ് ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അത് അബൂ സുഫിയാൻ ആയിരുന്നു. അങ്ങനെ ഇരുളിൻ്റെ മറവിൽ നല്ല പതുങ്ങി നടന്ന് ഞാൻ അവരുടെ ആ കൂട്ടത്തിൽ കൂടി, അവരിൽ ഒരുവനായിട്ട് ഞാൻ ആ ടെൻറ്റിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ഈ ദൗത്യത്തിന് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ തന്നെ പിക്ക് ചെയ്തു എന്നുള്ളത് നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം. അതിൻ്റെ കാരണം, ഹുദൈഫ റളിയല്ലാഹു അൻഹു തീർത്തും അവർക്ക് അപരിചിതനാണ്, വലിയ പരിചയമൊന്നുമില്ല. കാരണം അദ്ദേഹം മക്കക്കാരനല്ല, മദീനക്കാരനുമല്ല. നേരത്തെ പറഞ്ഞു, മദീനയിലേക്ക് പിന്നീട് വന്ന് ചേർന്നതാണ്. ബദറിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ കൂടുതലൊന്നും അവർക്ക് പരിചിതമല്ല മുഖം. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങാനും മുഹാജിറുകളിൽപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പിക്ക് ചെയ്തിരുന്നെങ്കിൽ അത് വലിയ അപകടമായിരുന്നു. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ട് എന്നുള്ളത് അടുത്ത സീനിലേക്ക് പ്രവേശിക്കുകയാണ്.
ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടെ കയറി. അബൂ സുഫിയാൻ അവരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ആ സദസ്സിൽ അവിടെ കയറി നിന്ന് പെട്ടെന്ന് അബൂ സുഫിയാൻ ഒരു സംശയം. അബൂ സുഫിയാൻ പറഞ്ഞു, നമ്മളുടെ ആളുകളല്ലാത്ത മറ്റാരും ഈ ടെൻറ്റിലേക്ക് കയറി കൂടിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്താൻ നിങ്ങൾ പരസ്പരം അടുത്തുള്ള ആളുകളുടെ കൈകൾ പിടിച്ച് നിങ്ങൾ പരിശോധിക്കുക. അബൂ സുഫിയാൻ അത്ര സ്മാർട്ടാണ്. അപ്പം അബൂ സുഫിയാൻ അത് പറഞ്ഞ് തീർന്ന ഉടനെ തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റ് വലതുഭാഗത്തുള്ള ആളുടെ കൈ പിടിച്ച് മന്നെന്താ, നീ ആരാണ്? അപ്പം അയാളൊന്നാകെ നെട്ടിപ്പോവാണ്. അയാൾ പേര് പറഞ്ഞു ഫുലാനിബിന് ഫുലാൻ. ഉടനെ തന്നെ ഇടതുഭാഗത്തേക്കും തിരിച്ച് അയാളുടെയും കൈ പിടിച്ച് മന്നെന്താ, ആരാണെന്ന് ചോദിക്കുകയാണ്. അയാളും ഞെട്ടി. അപ്പോൾ അയാളും പേര് പറഞ്ഞു. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു കാണിച്ച ആ ഒരു കോൺഫിഡൻസിൽ അവർ പരസ്പരം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് താങ്കൾ ആരാണെന്ന് ചോദിക്കാൻ മറന്നു പോവാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ സൈക്കോളജിയാണ്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അധികാരത്തിൻ്റെ എല്ലാം ഒരു ഒരു വലയം സൃഷ്ടിച്ച് ശത്രുവിനെ തളർത്തുക അല്ലെങ്കിൽ വരട്ടുകയാണ്. അപ്പോൾ ഈ ഡിബേറ്റിലെല്ലാം സംവാദത്തിലെല്ലാം ഈ ഒരു ടാക്ടിക് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഹുദൈഫ റളിയല്ലാഹു ഇവിടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് ഇത്രയേറെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ സാഹചര്യത്തിനൊത്ത് ഉണർന്ന് പ്രവർത്തിക്കാനുള്ള എനർജി എല്ലാം അവിടെ നിന്നാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രാർത്ഥന അതെല്ലാം അള്ളാഹിൻ്റെ സഹായമാണ്. ഈ ഒരു കൃത്യസമയത്ത് ആ രൂപത്തിൽ പ്രവർത്തിക്കാനും അവർക്ക് ചോദിക്കാതിരിക്കാൻ തോന്നാനുള്ള കാരണമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ പ്രാർത്ഥനയാണ്. ഇപ്പോൾ പുറത്തു നിന്നുള്ള ആരും കയറി കൂടിയിട്ടില്ല, എല്ലാം സുരക്ഷിതമാണെന്നുള്ള ധാരണയിൽ അബൂ സുഫിയാൻ അവരെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശികളെ, അല ഇന്ന ഹാദാ ലൈസ ലക്കും മൻസിൽ, ഇത് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ ഇടമല്ല. കാരണം നമ്മുടെ കുതിരകളും ഒട്ടകങ്ങളെല്ലാം ചത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബനൂ ഖുറൈള നമ്മളോടുള്ള ആ കരാറ് ലംഘിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാർത്തയാണ് അവരെക്കുറിച്ച് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ പുറമെ ഇപ്പോൾ ഈ ഒരു കൊടുങ്കാറ്റും. അതുകൊണ്ട് നമ്മളെല്ലാ അർത്ഥത്തിലും ദുരന്തത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തും കണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് ഇർത്തഹിലു ഫഇന്നി മുർത്തഹിൽ, നമുക്ക് ഉടനെ തന്നെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അബൂ സുഫിയാൻ അദ്ദേഹത്തിൻ്റെ ആ ഒട്ടകപ്പുറത്തേക്ക് അല്ലെങ്കിൽ കുതിരപ്പുറത്തേക്ക് അദ്ദേഹം ചാടിക്കയറാണ്. അപ്പോൾ അബൂ സുഫിയാൻ ആ യുദ്ധം അവിടെ അവസാനിപ്പിച്ച് മക്കയിലേക്ക് മടങ്ങാണ്. അപ്പോൾ നേതാവ് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അണികളും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അബൂ സുഫിയാൻ ആ ഒട്ടകപ്പുറത്തേക്ക് കയറിയ സമയത്തും അതിനു മുമ്പും വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ വധിക്കാനുള്ളൊരു സുവർണാവസരം എനിക്ക് കിട്ടി. കാരണം അദ്ദേഹം നിരായുധനായിട്ട് നിൽക്കുകയാണ്, ക്ലിയർ ഷോട്ടാണ്, എനിക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തെ അമ്പ് ചെയ്ത് വീഴ്ത്താൻ സാധിക്കും. അപ്പം അതിനു വേണ്ടി ഞാൻ എൻ്റെ അമ്പെടുത്ത് വില്ലിൻ്റെ നടുവിൽ വെച്ചു. ഈസി ടാർഗറ്റാണ്. അപ്പം അമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. റസൂലുള്ളാഹി പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു, എന്നെ പറഞ്ഞയക്കുന്ന സമയത്ത് അവരുടെ ആ വാർത്ത അറിഞ്ഞാൽ മതി, മറ്റൊന്നും പ്രവർത്തിക്കരുതെന്നുള്ള റസൂലുള്ളാഹിൻ്റെ ആ നിർദ്ദേശം എൻ്റെ മനസ്സിലേക്ക് വന്ന ഉടനെ തന്നെ ഞാൻ ആ അമ്പ് തിരിച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്, ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അച്ചടക്കം നോക്കുക. രണ്ടാമതായിട്ട് ഇതിൽ നമുക്കുള്ള വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ പല സമയത്തും നമ്മുടെ ദേഹേച്ഛകൾക്കനുസരിച്ച് നമ്മുടെ ശരീര താല്പര്യങ്ങൾക്ക് വഴങ്ങി നമ്മൾ എന്തെങ്കിലും ഒരു ഹറാമ് പ്രവർത്തിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്കും ഇതേ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ വാക്കുകൾ, ഹദീസുകളും ഖുർആനെല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ടാകും. അതെല്ലാം യഥാർത്ഥത്തിൽ തിരിച്ചുവിളികളാണ്. അപ്പം അത് കേൾക്കുന്ന സമയത്ത്, അത്തരം മനസ്സിലേക്ക് ചിന്തകൾ വരുന്ന സമയത്ത് ഇതേ രൂപത്തിൽ അത് പൂട്ടിവെക്കാൻ, ഇപ്പോൾ വേണ്ടാത്തത് കാണാൻ വേണ്ടി നിങ്ങൾ കമ്പ്യൂട്ടർ തുറക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ ഹദീസുകളും ആയത്തുകളെല്ലാം പല രൂപത്തിലായിട്ട് മനസ്സിലേക്ക് വരുന്നുണ്ടാകും. ആ ഒരു വിളി കേട്ട് അത് തിരിച്ചു വെക്കാൻ അല്ലെങ്കിൽ പൂട്ടിവെക്കാൻ, അതിൽ നിന്നും പിന്മാറാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് അതിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം. മൂന്നാമതായിട്ട് അബൂ സുഫിയാൻ അവിടെ വധിക്കപ്പെടാൻ പാടില്ല. കാരണം അവസാനത്തിൽ അദ്ദേഹത്തിന് ഇസ്ലാമിൻ്റെ വെളിച്ചം, ഹിദായത്ത് ലഭിക്കും എന്നുള്ളത് അള്ളാഹിൻ്റെ വിധിയാണ്. അത് തീർച്ചയായിട്ടും നടപ്പിലാകും. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അദ്ദേഹം രക്ഷപ്പെടാൻ. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങൾ. അപ്പോൾ അബൂ സുഫിയാനും സംഘവും ആ ഒരു സന്ദർഭത്തിൽ യുദ്ധം നിർത്തി മക്കയിലേക്ക് മടങ്ങാനുണ്ടായ കൂടുതൽ ചരിത്രകാരന്മാരൊന്നും സൂചിപ്പിച്ചിട്ടില്ലാത്തതായിട്ടുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ശവ്വാൽ മാസത്തിലാണുള്ളത്. ശവ്വാൽ മാസം ഏകദേശം അവസാനിച്ചിരുന്നു. ഇനി ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത് യുദ്ധം നിഷിദ്ധമായിട്ടുള്ള മാസമാണ്. ആ മാസത്തിൽ അവർ യുദ്ധത്തിന് ഇറങ്ങൂല എന്ന് മാത്രമല്ല, മക്കയിൽ തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്ന സമയമാണ്. ആ സീസൺ സമയമാണ്. ആ സീസൺ അവരെ സംബന്ധിച്ചിടത്തോളം കാര്യമായിട്ട് വർഷത്തിൽ കാര്യമായിട്ടുള്ള വരുമാന മാർഗം കൂടെയാണ്. തീർത്ഥാടകരിൽ നിന്നാണ് അവർ കാര്യമായിട്ട് കച്ചവടവും മറ്റു അവർക്ക് സമ്പത്ത് ലഭിക്കുന്നത്. അതും അവർക്ക് മിസ്സാക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യസ്ത കാരണങ്ങൾ ഒന്നിച്ചു വന്ന സമയത്ത്, അല്ലെങ്കിൽ അള്ളാഹു ആ രൂപത്തിൽ കൊണ്ടുവന്ന സമയത്ത് അവർക്ക് തിരിച്ചു പോകല്ലാതെ മറ്റൊരു നിവൃത്തിയും മുന്നിലുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിലേക്ക് വരികയാണ്. അപ്പോൾ ശത്രുക്കൾ തിരികെ പോകാൻ തുടങ്ങിയ സമയത്ത് ഹുദൈഫ റളിയല്ലാഹു അൻഹു മെല്ലെ അവിടെ നിന്നും ആ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം പോകുന്ന വഴിയിൽ കണ്ടൊരു കാര്യം ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലാഇൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ വഴിയിൽ ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള കുറച്ച് ആളുകൾ കുതിരപ്പുറത്ത് അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു,
ഇർജി ഇലാ സ്വാഹിബിക് ഫ അഖ്ബിർഹു അന്നല്ലാഹ ഖദ് കഫാഹു. അള്ളാഹു ആ ശത്രുക്കളെ വേണ്ട വിധം ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ പോയിട്ട് താങ്കളുടെ ആ സ്വാഹിബിനോട്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി പറയാം. അത് യഥാർത്ഥത്തിൽ മലക്കുകളായിരുന്നു. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ വിവരങ്ങളെല്ലാം ശേഖരിച്ച് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുകയാണ്. ആ രാത്രി റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തിയ സമയത്ത് അപ്പോഴും അദ്ദേഹം കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, നേരത്തെ ആ നുഐം ഇബ്നു മസ്ഊദ് റസൂലുള്ളാഹിനെ കാണാൻ വന്ന സമയത്ത് അപ്പോഴും റസൂലുള്ളാഹി നമസ്കരിക്കുകയായിരുന്നു. അതിനുശേഷം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ ഇതിന് ദൗത്യത്തിന് പറഞ്ഞയക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പോഴും റസൂലുള്ളാഹി നമസ്കാരത്തിലാണ്. അപ്പോൾ ഈ ഒരു മിഷൻ പൂർത്തിയാക്കി അദ്ദേഹം തിരിച്ചെത്തിയ സമയത്തും റസൂലുള്ളാഹി നമസ്കാരത്തിലാണ്. അപ്പോൾ അവിടെയെല്ലാം റസൂലുള്ളാഹി നമുക്ക് പകർന്നു നൽകുന്ന വലിയൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പ്രതിസന്ധിയിൽ നിങ്ങൾ ആ പ്രതിസന്ധി അള്ളാഹിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുക നമസ്കാരത്തിലൂടെ. അപ്പോൾ സീറയിലുടനീളം റസൂലുള്ളാഹിക്ക് എന്തൊരു പ്രതിസന്ധി വന്നാലും ഉടനെ തന്നെ ആ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. ആ നമസ്കാരത്തിൽ ആ ഭാരം നിങ്ങൾ ഇറക്കി വെക്കുക. ആ നമസ്കാരം ഏതൊരു ചൂടിലും തണുപ്പായിട്ട് മാറാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ. നിങ്ങളുടെ പ്രശ്നവും പരിഹാരവും തമ്മിലുള്ള ദൂരം നിങ്ങളുടെ നെറ്റിയും നിലവും തമ്മിലുള്ള അതേ ദൂരമാണ്. അതായത് ആ സുജൂദിലേക്ക് കിടന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ ആ പ്രശ്നം നിങ്ങൾ ഇറക്കി വെക്കുക. ഇതേ ഹുദൈഫ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫജിഅ ഇല സ്വലാ. റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വിഷമിപ്പിക്കുന്ന ഒരു ന്യൂസ് ലഭിച്ചാൽ ഉടനെ തന്നെ റസൂലുള്ളാഹി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. അരിഹ്ന ബിഹായ ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചില സമയത്ത് വല്ലാതെ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് ആ ഇഖാമത്തൊന്ന് വിളിക്ക്, എനിക്ക് ആ ഒരു റിലാക്സ്, ആ റാഹത്ത് കിട്ടട്ടെ എന്ന് റസൂലുള്ളാഹി പറയുന്നതായിട്ടെല്ലാം ഹദീസിൽ കാണുന്നുണ്ട്. അങ്ങനെ ഹുദൈഫ റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അദ്ദേഹം ആ ദൗത്യം പൂർത്തിയാക്കി ആ രാത്രി റസൂലുള്ളാഹിൻ്റെ അടുത്തെത്താണ്. അപ്പോൾ റസൂലുള്ളാഹി ശരീരത്തിലൊരു ബ്ലാങ്കറ്റെല്ലാം പുതച്ച് അവിടെ രാത്രി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ എത്തിയതോടുകൂടെ ആ മിഷൻ പൂർത്തിയാക്കിയതോടുകൂടെ വീണ്ടും എനിക്ക് തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ കിടുകിടാ വിറക്കുകയാണ്. റസൂലുള്ളാഹി എന്നെ കണ്ട സമയത്ത് അടുത്തേക്ക് വരാൻ വേണ്ടി റസൂലുള്ളാഹി ഒരു ആംഗ്യം കാണിച്ചു. അപ്പോൾ ഞാൻ അടുത്തെത്തിയ സമയത്ത് റസൂലുള്ളാഹി ശരീരത്തിൽ ഒരു പുതപ്പ് മൂടിയിട്ടുണ്ട്. ആ പുതപ്പിൻ്റെ ആ മിച്ചമുള്ള ഭാഗം, ആ രണ്ട് തല എനിക്ക് ചൂട് പകരാൻ വേണ്ടി എൻ്റെ ശരീരത്തിലേക്ക് ഇട്ടു തന്നു. ഞാൻ റസൂലുള്ളാഹിൻ്റെ ആ ചാരത്ത് ആ പുതപ്പിനുള്ളിൽ സുഖമായിട്ട് അവിടെ ഇരുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ റസൂലുള്ളാഹി നമസ്കാരം പൂർത്തിയാക്കിയ സമയത്ത് ആ ലഭിച്ച വിവരങ്ങളെല്ലാം ഞാൻ കൈമാറി. അത് റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങി. പ്രഭാതമായ സമയത്ത് ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയമായ സന്ദർഭത്തിൽ റസൂലുള്ളാഹി തന്നെ വന്ന്, ഖും യാ നൂമാൻ, ഉറക്കക്കാരാ, ഉറങ്ങുന്നവനെ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി തമാശ സ്വരത്തിൽ അദ്ദേഹത്തെ വിളിച്ചുണർത്തുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഫജ്ർ നമസ്കരിച്ച് അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് പോയി നോക്കിയ സമയത്ത് ആ ഖുറൈശികളുടെ അവിടെ മുഴുവൻ ശൂന്യമായിരുന്നു. ആ ശത്രുക്കൾ ഒന്നടങ്കം അവിടം വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അത് അള്ളാഹിൻ്റെ സഹായം കൊണ്ടൊന്ന് മാത്രമാണ് മുസ്ലിങ്ങൾ ആ വലിയ പ്രതിസന്ധിയെ മറികടന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സൂറത്തുൽ അഹ്സാബിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അതിൻ്റെ 25-ാമത്തെ വചനം, അതിൻ്റെ ഒരു സംക്ഷിപ്തം കാണാൻ സാധിക്കും. വറദ്ദല്ലാഹുല്ലദീന കഫറു ബി ഗൈലിഹിം ലം യനാലു ഖൈറ. അള്ളാഹു പറയാണ്, ശത്രുക്കൾ രോഷത്തോടെ അവരാ രൂപത്തിലെല്ലാം വന്ന് പക്ഷേ ഒന്നും നേടാതെ അവർ മടങ്ങി. കാരണം വഖഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ. അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു പൊരുതി, അല്ലെങ്കിൽ അള്ളാഹു ആ യുദ്ധത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ലാതാക്കി. വക്കാൻ അള്ളാഹു ഖവിയ്യൻ അസീസ. അള്ളാഹു ശക്തനും പ്രതാപിയുമാണ്. യഥാർത്ഥത്തിൽ ആ മൊത്തം ഖന്തക്കിൻ്റെ ചരിത്രം ഒരു ക്യാപ്സ്യൂളായിട്ട് ഈ ഒരു ആയത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവാണ് പല രൂപത്തിലായിട്ട് മുസ്ലിങ്ങളെ സഹായിച്ചതും പ്രതിരോധിച്ചതെല്ലാം. അതിനുള്ള ഏറ്റവും വലിയ തെളിവ്, അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, ഖന്തക്കിൻ്റെ കാര്യത്തിലുള്ള ഒരു അത്ഭുതം, മുസ്ലിങ്ങൾക്കെതിരെ ചരിത്രത്തിൽ അതുവരെ അറേബ്യ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ സൈന്യമായിട്ടാണ് ഖുറൈശികൾ വന്നിരുന്നത്. ബദറിനേക്കാൾ ഉഹദിനേക്കാളെല്ലാം എത്രയോ ഇരട്ടിയായിട്ട് അവർ വന്നു. പക്ഷേ ഏറ്റവും ചെറിയ നേട്ടമായിട്ടാണ് അവർ തിരിച്ചു പോയത്. മൊത്തം യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ കാഷ്വാലിറ്റികളിൽ ഒന്ന് ഖന്തക്ക് യുദ്ധത്തിലാണ്. ആ കിടങ്ങിൻ്റെ സമീപത്തുണ്ടായ ഒറ്റപ്പെട്ട ചെറിയ സംഘട്ടനങ്ങളിൽ മുസ്ലിം പക്ഷത്തു നിന്ന് 6 ആളുകളും ശത്രുപക്ഷത്തു നിന്ന് 3 ആളുകളും, മൊത്തം 10-ൽ താഴെ ആളുകൾ മാത്രമാണ് ആ യുദ്ധത്തിൽ മൊത്തം മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ മല പോലെ വന്ന് മഞ്ഞുപോലെ പോകുക എന്നുള്ളത്, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പരീക്ഷണമായിരുന്നു. അതിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച സമയത്ത് അള്ളാഹു അത് നിസ്സാരമായിട്ട് അതിനെ മറികടക്കാനുള്ള ശക്തി അവർക്ക് നൽകി എന്നുള്ളതാണ്. അതിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഏറ്റ പരിക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതാണ് മുസ്ലിങ്ങൾ ഖന്തക്കിൽ ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയൊരു ട്രാജഡി. ഇൻഷാ അല്ലാഹ് അതിലേക്ക് അദ്ദേഹം രോഗാവസ്ഥയിൽ അവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരും. അപ്പം അത്രയും വലിയ സഖ്യകക്ഷികൾക്കെതിരെ അള്ളാഹിൻ്റെ സഹായം കൊണ്ടൊന്ന് മാത്രം മുസ്ലിങ്ങൾക്ക് ലഭിച്ച ആ വിജയത്തിൽ അവർ തക്ബീർ മുഴക്കി. ഈ അഹ്സാബ് യുദ്ധത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് നിരന്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈദ് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ തക്ബീറാത്തുകൾക്കിടയിലെല്ലാം അത് കേൾക്കാറുണ്ട്. സുനൻ അബൂദാവൂദിൽ കടന്നു വരുന്ന ഉദ്ധരണിയിൽ
റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദ സ്വദഖ വഅദ വനസറ അബ്ദ വഅസ്സ ജുൻദഹു വഹസമൽ അഹ്സാബ വഹ്ദ. അള്ളാഹു അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, അവൻ ഏകനാണ്. അവൻ്റെ അടിമകൾ അവന് സഹായിച്ചു, അവൻ്റെ സൈന്യത്തെ അവന് ശക്തിപ്പെടുത്തി, അതേപോലെ സഖ്യകക്ഷികൾ അവന് പരാജയപ്പെടുത്തി. അത് റസൂലുള്ളാഹി നിരന്തരം പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ഖുറൈശികൾക്ക് അവർക്ക് കഴിയാവുന്ന ഏറ്റവും വലിയ ആ സൈന്യത്തെ ഒരുക്കി കൊണ്ടുവന്നിട്ടും പരാജയം രുചിക്കേണ്ടി വന്നത് ഖുറൈശികൾ കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ നിന്ദ്യതയായിരുന്നു. അതേസമയം മറുവശത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ആ ഖന്തക്കിലെ വിജയത്തോടുകൂടെ ഇനി അറേബ്യയിൽ ഒരു ശക്തിക്കും ഇസ്ലാമിനെ പിഴുതെറിയാൻ ഒരു വിധത്തിലും സാധിക്കുകയില്ലെന്നുള്ള വലിയ മെസ്സേജ് മൊത്തം അറേബ്യയിലേക്ക് മുസ്ലിങ്ങൾ പടർത്തുകയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖന്തക്കിൻ്റെ വിജയ സമയത്ത് റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൽ ആൻ നഗ്സൂഹും വലാ യഗ്സൂനന നഹ്നു നസീറു ഇലൈഹിം. ബുഖാരി ധരിക്കുന്ന ആ ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും അവർ നമ്മളോട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യില്ല, ഇനി നമ്മൾ അങ്ങോട്ട് അവരെ അന്വേഷിച്ച് പോകും എന്നുള്ളതാണ്. ആ രൂപത്തിൽ തന്നെയായിരുന്നു. ഖന്തക്കിന് ശേഷം പിന്നീട് അവർ യുദ്ധത്തിന് വന്നിട്ടില്ല. അതെല്ലാം റസൂലുള്ളാഹിൻ്റെ ആ പ്രവാചകത്വത്തിനുള്ള തെളിവാണ്. ഈ ഒരു വിജയവും ഈ രൂപത്തിലുള്ള റസൂലുള്ളാഹിൻ്റെ ആ പ്രവചനങ്ങളെല്ലാം. അപ്പോൾ അവിടെ ഈ ഒരു ഖന്തക്കിൻ്റെ ആ ഒരു ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അതിനോടൊപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അതിലേറ്റവും വലിയ ചതി ചെയ്ത ബനൂ ഖുറൈളയുമായിട്ടുള്ള ഡീലിംഗ് ആണ്. അത് നമുക്കറിയാം, സീറയിൽ റസൂലുള്ളാഹിക്കെതിരെ ഏറ്റവും വലിയ വിമർശനം വരുന്നൊരു വിഷയം കൂടെയാണ് ബനൂ ഖുറൈളയുമായിട്ടുള്ള ഒരു ഡീലിംഗ്. അത് ഇൻഷാ അല്ലാഹ് വളരെ വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം കഴിയുന്നത്ര ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി നാളെ അവരോടൊപ്പം ആ സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.